ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രമ്യാസ് ഫാമിലി വ്ലോഗ്. നമ്മൾ അപ്ഗ്രഡേഷൻ വീഡിയോയുടെ പാർട്ട് 1 നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ അടുത്ത അപ്ഗ്രഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈം അപ്ഗ്രഡേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ AC റീപ്ലേസ് ചെയ്യണുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു 1 ടണ്ണിൻ്റെ AC ആയിരുന്നു, 3 സ്റ്റാർ. അപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് LGയുടെ തന്നെ പുതിയ AA ഡ്യുവൽ ഇൻവെർട്ടർ AC ആണ്, 5 സ്റ്റാർ 1.5 ടൺ ആണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ത്രൂ തന്നെയാണ് പഴയ AC എക്സ്ചേഞ്ചിന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പുതിയ AC ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് പഴയ AC അവർ അന്ന് തന്നെ കൊണ്ടുപോയിട്ട് പുതിയ AC കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് അവർ തന്നെ ചെക്കൊക്കെ ചെയ്തിട്ട് ദെൻ അടുത്തൊരു 3 ഡേയ്സിനകത്ത് നമുക്ക് ഇൻസ്റ്റലേഷൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു LGന്ന് ഡയറക്റ്റ്. അപ്പോൾ അതിൽ നമ്മുടെ ഇൻസ്റ്റലേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമലി അവരെല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മെയിൻ വൈദ്യുതിയുടെ ഒരു കൺസപ്ഷൻ വളരെ കുറവാണ് 5 സ്റ്റാറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ നോക്കിയത്. ദെൻ 1.5 ടൺ ആകുമ്പോൾ ഈ നേരത്തെ ഇരുന്ന 1 ടണ്ണിനെക്കാളിലും കുറച്ചുകൂടി പെട്ടെന്ന് റൂം കൂളാവുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇൻവെർട്ടർ AC ആകുമ്പോൾ ഈ കംപ്രസർ ആ ടൈം ഓഫ് ആവും. സോ അപ്പോൾ വീണ്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ വൈദ്യുതി കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള പ്ലാനായിട്ട് തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു അപ്ഗ്രഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ അവർ ഏകദേശം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല വൃത്തിക്കും അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴയ AC-നേക്കാളും ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും കുറച്ചുകൂടി വലിപ്പം കൂടുതലായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ 1 ടണ്ണിൽ നിന്ന് 1.5 ടണ്ണിലോട്ട് ചേഞ്ച് ആകുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം തന്നെയായിരുന്നു. ദെൻ എനിക്ക് തോന്നുന്നു വിഡ്ത്ത് കുറച്ചുകൂടി കുറവായിരുന്നു. ഈ ഒരു LGക്കിലോട്ട് വരുമ്പോൾ വിഡ്ത്ത് കുറച്ചുകൂടി കുറവാണ്. ബട്ട് ആസ് കമ്പയർഡ് ടു നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നത് വിഡ്ത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട്. പക്ഷേ ആ ഒരു ലെങ്ത് എന്നുള്ളത് ഇതിനേക്കാളും കുറവായിരുന്നു. ഇത് കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു പെയിന്റിങ്ങിന്റെ ഇതിലൊന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇത് പുറത്തോട്ടാണ് വന്ന് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇൻഡോർ യൂണിറ്റിന്റെ ഇൻസ്റ്റലേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മുടെ സ്റ്റെബിലൈസറിന്റെ ഫിറ്റ്മെന്റ് ആയിരുന്നു നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ V-ഗാർഡിന്റെ തന്നെ ഒരു സ്റ്റെബിലൈസർ ആയിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് എനിക്കൊന്ന് AC മേടിച്ച സമയത്ത് ഫ്രീ കിട്ടിയ ഒരു സ്റ്റെബിലൈസർ ആയിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഫസ്റ്റ് ടൈം ഡിലേ ഒക്കെ വരുന്ന ആ ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ അതും കറണ്ട് കൺസപ്ഷൻ കൂടുതലാണ്. AC യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പഴയ സ്റ്റെബിലൈസേഴ്സ് അതിലും കുറേ കൺസപ്ഷൻ നമുക്കുണ്ടാവും. സോ അപ്പോൾ ഇതിപ്പോൾ പുതിയ ഡിജിറ്റൽ സ്റ്റെബിലൈസേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ അത്രയൊരു ഇതുണ്ടാകത്തില്ല, നമുക്ക് വൈദ്യുതി കുറച്ചുകൂടെ കൺസപ്ഷൻ കുറവായിട്ടായിരിക്കും വരുന്നത്. സോ ദെൻ നെക്സ്റ്റ് ഒരു നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഒരു ഫിറ്റ്മെന്റിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഔട്ട്ഡോർ യൂണിറ്റ്. പുള്ളി നമ്മുടെ ആ ഒരു ചെറിയ സ്റ്റെപ്പ് വഴി രണ്ടുപേർ കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല, അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ട്. പക്ഷെ പുള്ളി അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇൻസ്റ്റലേഷൻ വന്ന ദിവസം. അപ്പോൾ അങ്ങനെ മുകളിൽ മൊത്തത്തിൽ എല്ലാം എന്താ പറയുക, നല്ല രീതിയിൽ മഴ നനഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂമിന് തന്നെ സൈഡിലുള്ള ആ ഒരു സൺഷെയ്ഡിലായിരുന്നു. അപ്പോൾ ആ സ്ഥലത്താവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന എന്താണ് നമ്മുടെ കോപ്പർ പൈപ്പ് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലെങ്തിലും നമുക്ക് അവിടെ തന്നെ ലെങ്ത് നമുക്ക് വേണ്ടി വരത്തില്ല, കൂടുതൽ അവർ എന്താ പറയുക ഈ ചുറ്റി അവിടെ തന്നെ ആയിരിക്കും വെച്ചിരിക്കുക. കാരണം നമുക്ക് അത്രയും ലെങ്ത് കൂടുതൽ ദൂരം പോകാനില്ല. ഈ ഒരു ഭിത്തിയുടെ അപ്പുറത്തെ ഭാഗത്ത് തന്നെയാണ് ഇൻഡോർ യൂണിറ്റ്, അതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുമ്പോൾ ഔട്ട്ഡോർ യൂണിറ്റാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഈ AC ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഈ പറഞ്ഞതുപോലെ അവർ പ്രോപ്പറായിട്ട് ആ ഒരു ഇൻസ്റ്റലേഷൻ, അതായത് ഈ ഒരു കോപ്പർ പൈപ്പ് തന്നെ ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഗ്യാസ് ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്യാസ് ഫസ്റ്റ് ഏതായാലും നമ്മൾ AC മേടിക്കുമ്പോൾ അതിനകത്ത് തന്നെ ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളത്. ദെൻ നമ്മൾ ഈ ഒരു കോപ്പർ പൈപ്പിന്റെ എക്സ്റ്റൻഷൻ നീളം കൂടുവാണെന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ വീണ്ടും എക്സ്ട്രാ ഈ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എക്സ്ട്രാ ചെയ്യുന്നില്ല, കറക്റ്റ് അതിലുള്ള കോപ്പർ പൈപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഗ്യാസ് റീഫിൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ കറക്റ്റ് അല്ല, അതായത് ഈ ഒരു ഗ്യാസ് ഇവർ ഫിറ്റ് ചെയ്തതിന്, അതായത് ഈ കോപ്പർ പൈപ്പിൽ എവിടെയെങ്കിലും ലൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി ഗ്യാസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എൻവയോൺമെന്റിനെയും പൊല്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ദെൻ ഈ ഒരു
ഗ്യാസ് റീഫില്ല് ചെയ്യുന്നതിന് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഈ വിഷയങ്ങളും ഉണ്ട് ഇതിൽ, ഈ ഒരു AC നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിൽ. അപ്പോൾ അതിൽ അറിയാന്നുള്ള ആൾക്കാർ, അതായത് കറക്റ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ വിളിച്ച് മാത്രം നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ദെൻ നമ്മൾ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ്, ഒരു 1200 എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് ഈ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിലും 1500-നകത്തുള്ള ചാർജസ് വരുന്നുണ്ട്. നമ്മൾ എനിവേ ബ്രാൻഡ് ഓതറൈസ്ഡ് സർവീസ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിവേ ഇൻസ്റ്റലേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് AC എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, വീടിൻ്റെ റൂഫിംഗ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ കൂടുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫാനും അതുപോലെ തന്നെ AC എല്ലാം ഒരുപാട് സമയം യൂസ് ചെയ്യുന്നത് അത്രയും അതായത് നമ്മളത് പറഞ്ഞതുപോലെ അറൗണ്ട് 30 years പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ വെയിലിൽ നല്ല രീതിയിൽ എന്താ പറയുക, ഈ തട്ടെല്ലാം നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കുന്ന ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ വീട്ടിൽ ഒരുപാട് സമയം ഫാൻ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ റൂമിലും AC ഒക്കെ ഒരുപാട് സമയം എന്താ പറയുക, കൂൾ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം വേണ്ടി വന്നിരുന്നു. കാരണം റൂമെല്ലാം അത്രയും ചൂടായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക, ഈ റൂഫിംഗ് ചെയ്യാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തട്ടിലായിരിക്കുമല്ലോ ഈ ഒരു വെയിലടിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൂഫിംഗ് ചെയ്യാനുള്ള പ്ലാനൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ അവർ തന്നെ ഡയറക്റ്റ് നമ്മൾ ഫുള്ളി അവർക്ക് എന്താ പറയുക, ഫുൾ കൊട്ടേഷനായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്നു. ദെൻ ഫസ്റ്റ് ഒരിക്കൽ പ്രൈമർ അടിച്ചു. ദെൻ അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവരുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതിന് ശേഷമാണ് അവർ ഈ ഒരു ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ദെൻ ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ നമ്മൾ ഇനി സോളാറോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഈ റൂഫ് ചെയ്തുകൊണ്ട് അതിൻ്റെയും കാര്യങ്ങൾ, അതായത് ഇതിൽ നിന്ന് ഒരു ഓപ്പണിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാഡറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ വന്ന ചില വീഡിയോസിലൊക്കെ നമ്മൾ ഈ റൂഫ് ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ നമ്മൾ ഈ 2 അപ്ഗ്രേഡേഷൻ കൂടിയാണ് നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കൂടുന്ന റിലേറ്റ് ചെയ്ത് നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 2 അപ്ഡേറ്റ് കൂടെയാണ്. എനിവേ നമുക്ക് നോക്കാം ഈ ഒരു 2 അപ്ഡേറ്റ് കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറയുമോ എന്നുള്ളത്. അപ്പോൾ എനിവേ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ.